എപ്പിസോഡ് ആരംഭിക്കുന്നത് കോളേജിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന റേയെ കാണിച്ചുകൊണ്ടാണ്. കായി അവനെ വിളിച്ചതും അവൻ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. കായി ആണെന്ന് മനസ്സിലായതും അവൻ ആശ്വാസത്തോടെ അവിടെ ഇരിക്കുന്നു. കായി അവന്റെ അടുത്ത് പോയി റിപ്പയർ ഫീയെപ്പറ്റി ചോദിച്ചതും റേ അവനോട് തനിക്ക് വന്ന തുകയെപ്പറ്റി പറഞ്ഞതും അത് കേട്ട ഷോക്കിൽ കായി അവിടെ ഇരിക്കുന്നു. അവൻ റേയെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് കോളേജിലേക്ക് പോകുന്നു. കോളേജിന്റെ അകത്തേക്ക് പോയപ്പോഴാണ് അവർ കുറച്ച് കുട്ടികൾ കൂടി നിൽക്കുന്നതായി കണ്ടത്. അറാസയോട് സംസാരിക്കാൻ വേണ്ടി അവന്റെ ചുറ്റും കൂടി നിന്ന കുട്ടികളായിരുന്നു അത്. എന്താ സംഭവമെന്നറിയാൻ റേ അവിടേക്ക് പോയി ചോദിച്ചതും അറാസ അവനെ തിരിഞ്ഞു നോക്കുന്നു. അറാസയെ കണ്ട് ഓടാൻ നിന്ന റേയെ അറാസ പിടിച്ചു വെച്ച് അവനോട് സംസാരിക്കാൻ തുടങ്ങിയതും റേ അത് തടഞ്ഞ് അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. റേ അവനെയും കൂട്ടി തന്റെ കാറിന്റെ അടുത്തേക്ക് പോയി അവനോട് ഞാൻ നിങ്ങളുടെ പൈസ തരും, പക്ഷേ കുറച്ച് സമയമെടുക്കുമെന്നവൻ പറഞ്ഞതും ഞാൻ നിനക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് തന്നതാണ് റേ, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന്. അപ്പോൾ നീ തന്നെയാണ് എന്നോട് പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല, ഞാൻ പേ ചെയ്യുമെന്ന്. അറാസെ പറയുന്നത് കേട്ട് റേ അവന്റെ അടുത്ത് കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചതും അറാസെ അവനെ കാറിലേക്ക് തള്ളി അവനോടായി ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നവൻ പറഞ്ഞതും റേ ആണെങ്കിൽ ചെറുതായി ഒന്ന് പേടിക്കാതിരിക്കുന്നില്ല. പെട്ടെന്ന് രണ്ട് കുട്ടികൾ അറാസയെ അന്വേഷിച്ച് അവിടേക്ക് വന്നതും റേയും അറാസയും കാറിനകത്ത് ഒളിച്ചിരിക്കുന്നു. തന്റെ അടുത്തേക്ക് വരുന്ന അറാസയോട് റേ ഒച്ചയെടുത്തതും നീ ഇങ്ങനെ ഒച്ചയെടുത്താൽ അവർ നമ്മളെ കണ്ടുപിടിക്കും. അറാസ റേയുടെ അടുത്തേക്ക് പോയി അവനോടായി നീ ഞാൻ പറയുന്നത് പോലെ എന്നോട് തിരിച്ചു പറ എന്ന് പറഞ്ഞതും റേ അത് സമ്മതിക്കുന്നില്ല. അത് കണ്ട അറാസ അവനെ സീറ്റിലേക്ക് അമർത്തി അവനെ വശീകരിക്കുന്നത് പോലെ ചെയ്തതും റേക്ക് അത് സഹിക്കാൻ പറ്റാതാകുന്നു. അവസാനം അവൻ അറാസെ പറഞ്ഞതുപോലെ പറഞ്ഞതും ഇനി ഒരിക്കലും അറാസയോട് ഞാൻ മോശമായി സംസാരിക്കില്ല എന്ന് കൂടി അറാസ അവനെ കൊണ്ട് പറയിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും പോയി എന്ന് അറാസെ റേയോട് പറഞ്ഞതും റേ അവനെ തള്ളി മാറ്റി കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. റേയുടെ അടുത്തേക്ക് അറാസെ പോയി അവനോട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അറാസെ അവിടെ നിന്ന് പോകുന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ അറാസയുടെ വീക്ക്നെസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന ആലോചനയിലായിരുന്നു റേ. അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് ഫൂമയെയും അറാസയെയുമാണ്. അവർ രണ്ടുപേരും ഒരു ബാറിലായിരിക്കുമ്പോഴാണ് രണ്ടുപേർ റേസിനെ പറ്റി സംസാരിക്കുന്നത് അവർ കേട്ടത്. അവരെ തടഞ്ഞുകൊണ്ട് അവരോടായി റേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കായി പറയരുത് എന്ന് പറഞ്ഞ് അറാസെ അവിടെ നിന്ന് പോകുന്നു. റേ തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി അതിലൊരാളോടായി നിനക്ക് അറാസയുമായി നല്ല അടുപ്പമുണ്ടല്ലേ, അയാളുടെ വീക്ക്നെസ് എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചതും നിനക്കെന്തിനാ അതൊക്കെ, അല്ല എനിക്കറിയാമെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അതൊക്കെ നിന്നോട് പറയുന്നേ എന്ന് അയാൾ അവനോട് ചോദിക്കുന്നു. റേ അങ്ങനെ ചോദിച്ചതിന് കായ് അയാളോട് ക്ഷമ ചോദിച്ചതും അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കായ് റേയനോടായി നിനക്കെന്താ പറ്റിയത് എന്ന് ചോദിച്ചതും എനിക്ക് അയാളുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നവൻ പറയുന്നു. അവർ പറയുന്നത് കേട്ട് നിന്ന അവന്റെ ഒരു ഫ്രണ്ട് നിനക്ക് ശരിക്കും അറാസയെ പറ്റി അറിയണോ എന്ന് ചോദിച്ചതും അത് കേട്ട് റേ അവന്റെ അടുത്തേക്ക് പോയി നിനക്ക് അറാസയെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുന്നു. അതിനവൻ ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് റേയോടായി ചെവിയിലായി ഒരു കാര്യം പറയുന്നു. അവൻ പറഞ്ഞത് കേട്ട് റേ അവനോട് ഇത് സത്യമാണോ എന്ന് ചോദിച്ചതും അറിയില്ല, ഇതൊരു റൂമറാണ്, പക്ഷേ ഇത് ശരിയാണോ എന്നറിയാൻ നീ തന്നെ പോയി നോക്കണം എന്നവൻ പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് റേസ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഭാഗത്തായി ആരും കാണാതെ റേയും കായും മറിഞ്ഞു നിൽക്കുന്നു. റേ അകത്ത് പോകാൻ തുടങ്ങിയതും കായും അവന്റെ പിറകെ തന്നെ പോകുന്നു. റേ ചുറ്റും നോക്കി നടക്കുമ്പോഴാണ് ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്ന് അവന്റെ അടുത്ത് പാസ് ചോദിച്ചത്. അവൻ അയാളോട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞതും അയാൾ അവനെ പിടിക്കുന്നു. എന്നാൽ അയാളെ തട്ടിമാറ്റി അവൻ അവിടെ നിന്ന് ഓടുന്നു. റേ ഓടുന്നത് അറാസയും ഫൂമയും കാണുന്നു. ഫൂമ അതിനെപ്പറ്റി അറാസയോട് സംസാരിക്കുന്നു. അറാസെ ഫോൺ എടുത്ത് ഒരാളെ വിളിച്ച് ഞാനിന്ന് നേരത്തെ പോവുകയാണെന്ന് പറഞ്ഞതും അത് കേട്ട് നിന്ന ഫൂമ അതിനെപ്പറ്റി ചോദിക്കുന്നു. ഇത് എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞ് അറാസെ അവിടെ നിന്ന് പോകുന്നു. ആളുകളെ തട്ടിമാറ്റി ഓടുകയായിരുന്ന റേയെ അറാസെ പിടിക്കുന്നു. അവന്റെ പിടിപിടിക്കാൻ റേ നോക്കുമ്പോഴാണ് ഗാർഡ്സിൽ ഒരാൾ അറാസെ എന്ന് വിളിച്ചത് റേ കേട്ടത്. അവൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് അറാസയെയാണ്. ഗാർഡ്സ് അവനെ പിടിക്കാൻ പോയതും അത് തടഞ്ഞുകൊണ്ട് ഇത് ഞാൻ നോക്കിക്കൊള്ളാം, ഇവനെ എനിക്കറിയാം എന്ന് പറഞ്ഞ് അറാസെ അവനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം തന്നെ കായ് കാണുന്നുണ്ടായിരുന്നു. കായുടെ അടുത്തേക്കായി സെക്യൂരിറ്റി ഗാർഡ് വന്നതും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവിടെ പേടിച്ച് നിൽക്കുമ്പോഴാണ് അവന്റെ അടുത്തേക്ക് ഫൂമ വന്ന് സെക്യൂരിറ്റി ഗാർഡിനെ നോക്കി ഇത് എന്റെ ചെക്കനാണെന്ന് പറഞ്ഞത്. സെക്യൂരിറ്റി ഗാർഡ് അവിടുന്ന് സോറി പറഞ്ഞു പോയതും ഫൂമ കായിനെ സംസാരിക്കാനായി വിളിക്കുന്നു. വീട്ടിലേക്ക് എത്തിയ അറാസെ റേയെ അടിക്കുന്നു. അവനെ തള്ളി മാറ്റി അവനോടായി കുട്ടികൾക്ക് ആദ്യം വേണ്ടത് അച്ചടക്കമാണ്, നീ ഇന്ന് എന്താ ചെയ്തതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ, ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിലോ അവിടെ എന്ത് നടന്നേനെ എന്നവൻ പറഞ്ഞതും റേ അവനോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് നിന്റെ ക്ഷമാപണമൊന്നും വേണ്ട, ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിനക്ക് നിന്റെ ഭാവി ജീവിതം ഇല്ലാതാക്കണോ എന്നാണ്. അറാസി അവന് ആ ഇല്ലീഗൽ റേസിനെ പറ്റി പറഞ്ഞു കൊടുത്തതും റേക്ക് മനസ്സിലായി താൻ ഇന്ന് ചെയ്ത പ്രവൃത്തി കാരണം അറാസിക്കും അത് ദോഷം ചെയ്യുമെന്ന്. റേ അവനോട് ഞാൻ നിനക്ക് ദോഷമുണ്ടാകണമെന്ന് വെച്ച് ചെയ്തതല്ല, എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. അത് കേട്ട് അറാസി അവനെ മണ്ടനെന്ന് വിളിച്ചതും അത് ഇഷ്ടപ്പെടാതെ റേ മണ്ടൻ മണ്ടൻ മണ്ടൻ, നിങ്ങൾ എപ്പോഴും എന്തിനാ എന്നെ മണ്ടൻ എന്ന് വിളിക്കുന്നത്, ശരിയാ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ അറാസയെ കിസ് ചെയ്ത് നോക്കിക്കോ, ഞാൻ നിങ്ങളെ കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുത്തു, പിന്നെ എന്നെ ഇനി വിഡ്ഡി എന്ന് വിളിക്കരുതെന്ന് അവൻ പറഞ്ഞതും അറാസ എഴുന്നേറ്റ് റേയെ കിസ് ചെയ്ത് അവനോടായി ഞാൻ കാത്തിരിക്കും,
നീ ആദ്യം പറഞ്ഞത് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞ് അവൻ റേയോടായി ഇന്നിനി പോവണ്ട, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകുന്നു. റൂമിലേക്ക് പോയ അറാസെ റെൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഓർത്ത് ചിരിക്കുന്നു. ഫൂമയുടെ റേസിംഗ് കഴിഞ്ഞ് അവൻ പെൺകുട്ടികളും ഒത്തു വരുമ്പോഴാണ് ഇന്ന് തങ്ങളുടെ കൂടെ വരുന്നു എന്ന് അവർ അവനോട് ചോദിച്ചത്. അത് നല്ല കാര്യമാണ്, പക്ഷേ സോറി, എനിക്കിന്ന് വേറെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അവൻ കായിയെ നോക്കി പറയുന്നു. ഇതേ സമയം കായി റേക്ക് മെസ്സേജ് അയച്ച് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആ മെസ്സേജ് വായിച്ച് റേ ഇതിനൊക്കെ ഞാൻ എന്ത് ഉത്തരം പറയുമെന്ന് ആലോചിക്കുന്നു. അറാസെ കുളിച്ച് ഫ്രഷായി റേയെ വിളിക്കാനായി വന്നതും ഇരുന്നുറങ്ങുന്ന റേയെ കണ്ട് ചിരിച്ച് അവനെയും എടുത്ത് കിടക്കാനായി പോകുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.